ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഷ്കോവ് സൂലാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൈനോ പാർക്ക് കാണിച്ചല്ലോ. വിഷ്കോവ് സൂവിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഡൈനോ പാർക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ വളരെ ലോങ് ആയതുകൊണ്ട് നമ്മൾ സൂ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ സൂവിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സൂവിലേക്ക് എത്തി. ഡൈനോ പാർക്കൊക്കെ കണ്ടിട്ട് വലിയ വലിയ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് പ്രതീക്ഷിച്ചില്ല. ഡോങ്കിയാണിത്, 2 ഡോങ്കികൾ. ഡോങ്കിയുടെ കൂട്ടിൽ തന്നെ വേറൊരു അനിമൽ. ഒരു കൊമ്പൊക്കെ നല്ല വ്യത്യാസമായിട്ടുണ്ട്. ഇതെന്താ സാധനം അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഈ സാധനത്തിന് കാണും. ഇവിടെ സൂല് ഒരു പ്രത്യേകത കണ്ടത്, ഇതിന് വേണമെങ്കിൽ നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കണ്ടോ, പൈസ ഇട്ടിട്ട് നമുക്കിതിൻ്റെ തീറ്റ എടുത്തിട്ട് ഇതിനെ ഫീഡ് ചെയ്യാം. ഇതല്ലേ പക്ഷിയല്ലേ ഇത്? ഓസ്ട്രിച്ച് എമ്മുവാണോ? കണ്ടിട്ട് നമുക്കങ്ങ് മനസ്സിലാവുന്നില്ല. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലാമ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് വേറെ കളറ്. നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. ഇത് എമ്മുവ തോന്നുന്നു അല്ലേ? ഓസ്ട്രിച്ച് അല്ല. കണ്ടിട്ട് ഒരു എമ്മുവിൻ്റെ മുഖമാണ്. ആഹാ, ലാമ നോക്ക്, കിടന്ന് ഉരുളണ് മണ്ണിൽ. പാവി ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ തോന്നുന്നു കിടന്നിങ്ങനെ ഉരുളുണ്ട്. ഇതെന്താ ഇങ്ങനെ അടുത്തേക്ക് വരുന്നത്? കണ്ടാ, ഇത് ക്യാമലാണ്. പക്ഷെ ക്യാമലിൻ്റെ പുറത്തെ തൊലിയൊക്കെ പോയ പോലെ അല്ലേ? ഒട്ടകം, ഒറ്റ ഹമ്പിളിന് ഒട്ടകം. നേരത്തെ നമ്മൾ കണ്ടത് 2 ഹമ്പിളിന് ഒട്ടകമാണ്. ഇതേ അവിടെ ഒരു കൊക്കുണ്ട് കേട്ടോ, ഈ അറ്റത്തെ കൂട്ടിൽ. ഓ, അതിൻ്റെ കൊമ്പ് കാണും അല്ലേ? അതെ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ജനിച്ച പശുക്കുട്ടിയാണ് അത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. കൂട്ടിലുള്ളത് ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ആടുകൾ, ഷീപ്പുകൾ. ആ കൂട്ടിലും ഉണ്ട്. അതെ, ഇത് പശു തൊഴുത്താണ്. ഇതിൻ്റെ ഉള്ളിൽ പശുവുണ്ട്. ഈ പശു കണ്ണൻ എവിടെ? വരുന്നു. ഒന്നുകൂടെ ഫ്രണ്ടിലേക്ക് വാ, നിഴലാണ് അവിടേക്ക്. അമ്പൂ, കണ്ണനെ ഹിപ്പോ വിഴുങ്ങി. ഇത് ചെമ്മരിയാടാ തോന്നുന്നുണ്ട് അല്ലേ? വലിയ കൊമ്പുള്ളാട്. എവിടെ? ഇതേ കോഴി. അമ്പോ, ഈ പശു നോക്കൂ, അതിൻ്റെ ചെവിയൊക്കെ നല്ല രോമകൂപായിട്ടുള്ള ഒരു പശു. കൊമ്പൊക്കെ നല്ല വലുത്, കാണാനും നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇത് വലിയ പശുവാണ്. അമ്മേ, ഇത് നോക്കൂ, ഇത് വേറൊരു തരം. ഈ കന്നുകാലിയുടെയൊക്കെ കൂട്ടത്തിൽ പെടുന്നത് തന്നെ. തിരിഞ്ഞാൽ നന്നായിരുന്നു. അതിൻ്റെ ഫേസ്. ഇത് വേറൊരു പശു. ഇത് ഓരോ അനിമലിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണത്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഡക്കിൻ്റെ തുറന്നു വിചാരിക്കും, അതിൻ്റെ മുട്ടയും ഇറച്ചിയും.
ഇവിടെ എന്താണിത്? അതിൻ്റെ തൂവല്, ഓൺലൈനിൽ അതിൻ്റെ തൂവല്. ഇത് മുയലിൻ്റെ തോല്. ഇതൊരു കുതിര നമ്മൾ റേസിനൊക്കെ യൂസ് ചെയ്യും, അങ്ങനത്തെ ഒക്കെ സംഭവം. സോസേജിന് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ഓരോ ആനിമൽസിൻ്റെ. കണ്ടോ, ഷീപ്പിൻ്റെ തറക്കുമ്പോൾ ൂള്. മങ്കികൾ. ഒരു പ്രത്യേക തരം ഡക്ക് അല്ലേ, നമ്മൾ നോർമലി കാണുന്ന പോലത്തെ അല്ല. ഇത് ഗൂസാണ് കേട്ടോ. ആ കഴുത്തൊക്കെ നമുക്ക് തൊപ്പ. ആ സ്വാനും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അല്ല, ഇത് സ്വാനല്ല, ഇത് ഗൂസാണ്. ശരിയാ, സ്വാനിൻ്റെ കഴുത്തൊക്കെ കുറച്ചുകൂടെ നീളം ഉണ്ടാവും. സാധാരണ ഡോഗ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ബേർഡ്സൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പറന്ന് നടക്കണ കാണാം. ബേർഡ്സ് മാത്രമല്ല, കണ്ടോ, ഇത് കാങ്കരു ആണ് എന്നുമല്ല എന്ന് രണ്ട് അഭിപ്രായമുണ്ട്. എന്തായാലും ഓസ്ട്രേലിയക്കാരാണ് അല്ലേ. നോക്കൂ, ഒരു പേടിയില്ല. കുഞ്ഞാ, അത് കടിക്കുവോ? എനിക്കിഷ്ടപ്പെട്ടു. താറാവ് അതാ ഉറവുന്നു. ഏതാ ഇന്ത്യൻ? ഇതിലധികം അമേരിക്കൻ താറാവുകളാണ്. ഒരെണ്ണം മരത്തടയുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. നോർവേജിയൻ ഹോഴ്സ്. ഇത് ഷെറ്റ്ലാൻഡ് പോണി. ഇത് കഴുതയുടെ ഒരു കാറ്റഗറിയാണ്, പക്ഷെ മേത്ത് മുഴുവൻ രോമം. ഇവിടെ അതേ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു JCB ഉണ്ട്. ഒരു കോഴി പോലെയുള്ളൊരു പക്ഷികളെ, പക്ഷെ അതിൻ്റെ കണ്ണ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മുഖമൊക്കെ ഫുൾ തൂവലാണ്. കണ്ടോ, പല കളറുണ്ട്. വെള്ള, കറുപ്പ്, ബ്രൗൺ. ഇതൊരു ഭംഗിയല്ലേ കാണാൻ. നമുക്കതിൻ്റെ കണ്ണൊന്നും കാണുന്നില്ല. ഫുള്ള് ഇതിന് പൂവ് പോലും കറുപ്പാണ്. ഈ കോഴി കാണുമ്പോൾ സാധാരണ കോഴിയാണ്, പക്ഷെ ഇത് വാലില്ല. കണ്ട, ഇത് വാലില്ലാത്ത കാറ്റഗറിയാണ്. ഈ കൂട്ടിലൊരു 3 കോഴിയുണ്ട്, 3നും വാലില്ല. ഇതിൻ്റെ കാലിൽ നല്ല തൊപ്പയൊക്കെ ഉണ്ട്, തൊപ്പയുള്ള കാലുകൾ. ഇത് പിന്നെ നമ്മുടെ നാടൻ കോഴി പോലെ ഉണ്ട്. ഇതാണ് ചിക്കൻസ് ഓഫ് പാവ്ലവ്. മാലാഖമാരെ പോലെ ഇരിക്കുന്നു. അതിൻ്റെ ഫീമെയിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇതും ആ ചിക്കൻ ഓഫ് പാവ്ലവിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. മറ്റേ നമ്മൾ വെള്ളയല്ലേ കണ്ട്. നമ്മൾ കോയിനൊക്കെ ഇട്ടു JCBയിൽ, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല.
No idea. അതിന്റെ പേരെന്താ ഞാൻ വായിച്ചില്ല. അതിന്റെ പിൻകാലുകൾ താറാവിന്റെ പോലെയുണ്ട്. ഇത് നിറച്ച് ഗിനിപ്പിക്കുകളാണ്. അയ്യോ, സൗണ്ട് വന്നപ്പോ കൂടെ അതായത് വീട്ടിൽ പോയിരുന്നു. ഇതൊക്കെ മുയലുകൾ നല്ല വലിപ്പുണ്ട്. കണ്ണ് ഇല്ലാത്ത പോലത്തെ മുയല് കാണാൻ പറ്റും. എന്താ കണ്ണൊന്നും കാണുന്നില്ല അതിൻ്റെ. ഇത് മുയല് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കണ നോക്ക്. ഇത് മറ്റേ കാട്ടുമുയൽ പോലെയുണ്ട്. നമ്മൾ സൈറ്റൊക്കെ സോഡിയിലടക്കി ഇങ്ങനത്തെ മുയലുകളെ കാണാറുണ്ട്. എന്തൊരു നീള നോക്കൂ. ഇതിന്റെ ആ നീളുണ്ട്. കുട്ടികളാണ്. എന്റെ അമ്മ മുയലത് കുഞ്ഞു കുട്ടികളാണ്. അതിന്റെ അമ്മ. അയ്യോ, അതൊരു അമ്മയും കുഞ്ഞും. അമ്മ റാബിറ്റ്, കുഞ്ഞു റാബിറ്റ്. ശരി, ജപ്പാനിലെ റാബിറ്റാണ് ഇട്ടത്. അയ്യോ നോക്കൂ. നോക്ക്, അമ്മ റാബിറ്റും കുഞ്ഞി റാബിറ്റുകളും. ബംഗാൾ പൂച്ച. എല്ലാം കൂടെ അങ്ങനെ ഒന്നിച്ച് കൂട് കെട്ടിയിരിക്കുന്നുണ്ട്. ഇത് സൂവിനകത്തൊരു പാർക്കുണ്ട്. അപ്പോൾ അതിൽ നല്ല ഭംഗിയുണ്ട്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. നമ്മളിത് ഇവിടെ ഒരു അക്വേറിയമുണ്ട്. നമ്മൾ ആ മുകളിൽ നിന്നൊരു പോണ്ട് കണ്ടില്ലേ, അതിൽ നല്ല നല്ല മീനുകളെയൊക്കെ അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതിൽ എത്ര കാണുള്ളൂ. ഇത് എന്തിനാ ഇവര് കോയിൻസ് ഇടുന്ന മനസ്സിലാവുന്നില്ല. നമ്മൾ അമ്പലത്തില് കുളത്തിൽ കയറി കോയിൻ ഇടും. നോക്കൂ, അതിന്റെ മുഖം നോക്കൂ. മോളിൽ നിന്ന് കണ്ടപ്പോ ഷാർക്കാ വിചാരിച്ചു. ശരി. പല തരമാണ് കേട്ടോ. ഇത് 3 എണ്ണം ഇവിടെ അനങ്ങാതെ കിടക്കണു. അതിന്റെ ബാക്കിൽ വേറെ 2 എണ്ണം വേറെ തരം. പിന്നെ ചെറിയ ടൈപ്പ് ഫിഷുകളൊക്കെ ഉണ്ട്. അത് എന്തെങ്കിലും പ്രത്യേക കല്ലായിരിക്കും. എഴുതിയതാ? അത് ശരി, ചിലപ്പോ വീണതായിരിക്കണാവോ കയ്യിന്ന്. ഇപ്പൊ ഒരു സ്ട്രോയി പിടിച്ചോട്ടെ കാർപ്പ്
മാരൊക്കെ ഇങ്ങനെ കറി കളിച്ച് ഇതൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ പഠിച്ചെടുത്ത് അല്ലേ ഇങ്ങനെയൊക്കെ എന്ത് നല്ല ഭംഗിയുണ്ട് ഈ മരത്തിന്. ഇത് എൻ്റെ മുന്തിരിയുടെ അല്ല പോലെ, പക്ഷെ മുന്തിരി ഒന്നല്ല കേട്ടോ. അങ്ങനെ നമ്മൾ സൂവും ഡൈനോ പാർക്കും ഒക്കെ കണ്ടു തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.